തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള പ്ലീനങ്ങൾ ഫലം കണ്ടില്ല എന്ന് സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. സംസ്ഥാന സമിതി ഇടപെട്ടിട്ടും സഹകരണ മേഖലയിൽ തിരുത്തൽ സാധ്യമായില്ല എന്നാണ് വിമർശനം. സഹകരണ മേഖലയിൽ നടക്കുന്ന കൊള്ള തടയാൻ കൃത്യമായ മാർഗരേഖ വേണമെന്നും സംസ്ഥാന സമ്മേളനത്തിൽ അഭിപ്രായം ഉയർന്നു. സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നു. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. വിവിധ തരത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിനൊക്കെയുള്ള മറുപടി ഇന്ന് എം വി ഗോവിന്ദൻ നൽകുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മൂത്തി, ഇന്നും പ്രതിനിധി സമ്മേളനം നടക്കുന്നുണ്ട്. ഇന്നും വിശദമായ ചർച്ചകൾ, അതോടൊപ്പം തന്നെ വിമർശനങ്ങളെല്ലാം ഇന്നും CPM-ന്റെ സമ്മേളനത്തിൽ ഉയർന്നു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രധാനമായും ഈ പാർട്ടി പ്ലീനങ്ങളൊന്നും തന്നെ ഈ സഹകരണ മേഖലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി തന്നെ രൂപീകരിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ പല ആളുകളും, പല പ്രതിനിധികളും വിമർശനമായി ഉന്നയിക്കുന്നത് സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളമാണ്. സഹകരണ ബാങ്കുകളുടെ അല്ലെങ്കിൽ പൊതു സ്ഥാപനങ്ങളുടെ എല്ലാം തകർച്ചയ്ക്ക് വലിയ തോതിൽ ഈ സഖാക്കളുടെ പ്രവർത്തനം തന്നെ കാരണമാകുന്നുണ്ട് എന്നൊരു വലിയ വിമർശനം ഉയർന്നു. കാരണം പലപ്പോഴും ഈ വായ്പ എടുത്താൽ തിരിച്ച് അടവ് മുടക്കുന്നു, വ്യാജമായി ഉള്ള രീതിയിൽ വായ്പകൾ പലർക്കും തരപ്പെടുത്തി കൊടുക്കുന്നു എന്നടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ ഇന്നലെ തന്നെ പാർട്ടി സമ്മേളനത്തിനകത്ത് പ്രതിനിധി ചർച്ചയിൽ തന്നെ വന്നിരുന്നു. ഇന്നേതായാലും ഈ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു മറുപടി ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വൈകുന്നേരത്തോടു കൂടി നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ സംബന്ധിച്ച് ചർച്ചയുണ്ടാകും. അതിലായിരിക്കും എന്ത് ഒരു രൂപീകരണത്തിലേക്ക്, എന്ത് നയത്തിലേക്ക് പാർട്ടി അക്കാര്യത്തിൽ എത്തണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ചുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. നാളെയായിരിക്കും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാവുക.